ഹലോ എവ്രി വൺ. നമുക്കപ്പോൾ വെജ് നഗറ്റ്സ് എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. അതും റെസ്റ്റോറൻറ്റ് അതേ ടേസ്റ്റിൽ അതേ രീതിക്ക് തന്നെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്വീറ്റ് കോണും ഗ്രീൻ പീസും ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഓരോ ടീസ്പൂൺ വീതം വെച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ മൈദ വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഞാനിവിടെ 2-3 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അധികം മൊരിഞ്ഞു പോയ സൈഡ് മാത്രം അധികം നന്നായിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഈ ബ്രെഡിനെ 4 പീസായിട്ട് കട്ട് ചെയ്ത് മിക്സറിൻ്റെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ച് നമുക്കിതിനാദ്യം മാറ്റി വെക്കാം. ഇതും മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഈ പൊട്ടറ്റോസും വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊരു ബൗളിലിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കുന്നത്, അല്പം പെപ്പർ പൗഡറും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടാണ് വേവിക്കുന്നതെങ്കിൽ അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നോക്കിയാൽ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ചേർക്കുന്നില്ല, പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പകുതിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഈ വെള്ളമെല്ലാം പിടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. അതായത് ഹാർട്ട് ഷേപ്പിലാണ് മിക്കവാറും നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ ഹാർട്ട് ഷേപ്പിലാണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ മൈദയുടെ ബാറ്ററിലോട്ട് മുക്കിയെടുത്ത് അത് കഴിഞ്ഞ് പൊടിച്ച് ബാക്കി വെച്ചേക്കുന്ന ബ്രെഡ് ക്രംസിലൂടെ ഇട്ട് മുക്കിയെടുത്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി സെറ്റ് ചെയ്ത് വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു പാൻ എടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്ത് ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1/1 ആയിട്ട് നമുക്കിതെല്ലാം ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നഗറ്റ്സ് അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് തീ എപ്പോഴും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചേക്കുക. കാരണം ഇതെല്ലാം വെന്തിരിക്കുന്നതായിട്ട് അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല ബ്രെഡ് ക്രംസാണ്, പെട്ടെന്ന് തന്നെ ഇതൊന്നും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. അത് ഒരു സൈഡ് ഒന്നായി കിട്ടുമ്പോൾ അതിനടുത്ത് നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. അപ്പോൾ പക്ഷേ തീയുടെ കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. അത് നിങ്ങളുടെ പാനിനനുസരിച്ചൊക്കെ ചൂട് വ്യത്യാസം വരും. ഇരുമ്പ് പാനൊക്കെ ആണെങ്കിൽ തന്നെ ഇരുമ്പിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചോണം, ചൂട് നല്ല കൂടുതലായിരിക്കും. അത് കഴിഞ്ഞിട്ട് 2 സൈഡ് റെഡി ആകുമ്പോൾ നമുക്ക് ഈ ഓയിലിൽ നിന്ന് മാറ്റിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള എക്സസ് ഓയിലെല്ലാം പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. ചൂടായിട്ട് കഴിയും. ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.